ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഓഫീസിലെ ലോക്കർ റൂമിൽ നിന്ന് പണവും സ്വർണവും മോഷ്ടിച്ച കേസിൽ ഹെഡ് കോൺസ്റ്റബിൾ അറസ്റ്റിൽ. 51 ലക്ഷം രൂപയും സ്വർണവും മോഷ്ടിച്ച ഖുർഷിദാണ് അറസ്റ്റിലായത്. പല കേസുകളിലായി പിടിച്ചെടുത്ത തൊണ്ടി മുതലാണ് പ്രതി മോഷ്ടിച്ചത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, എത്ര കാലമായി ഈ മോഷണം തുടങ്ങിയിട്ട്? ആര്യ, കുറച്ചുനാൾ മുൻപ് വരെ ഈ ഖുർഷിദ് ഈ പറയുന്ന സ്റ്റോറേജ് റൂമിന്റെ തന്നെ ജീവനക്കാരനായി, അതിന്റെ സുരക്ഷാ ജീവനക്കാരനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ ഒരാഴ്ച മുൻപാണ് അവിടെ നിന്നും ഈസ്റ്റ് ഡൽഹി പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതായത് ഈ ഡിപ്ലോയ്മെന്റുകൾ എവിടെയൊക്കെ പോലീസുകാരുണ്ട്, CCTV ക്യാമറകൾ എവിടെയുണ്ട് എന്നുള്ള കാര്യം, എത്ര സ്വർണവും പണവും ഉണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം ഈ ഖുർഷിദിന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അതാണ് വളരെ പെട്ടെന്ന്, വളരെ എളുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ഈ മോഷണം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇത് ഒറ്റ തവണ തന്നെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. പക്ഷെ അത് വലിയൊരു മോഷണമായിരിക്കുന്നു. 51 ലക്ഷം രൂപ പണവും അതുപോലെ 2 പെട്ടി സ്വർണവും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം ത്രിതല സെക്യൂരിറ്റി ബേസിച്ചാണ് ഇദ്ദേഹം ഈ സ്റ്റോറേജ് റൂമിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതും ഈ പണവും സ്വർണവും കൊണ്ട് രക്ഷപ്പെടുന്നതും. പ്രത്യേകിച്ചും അവിടെ എത്തിയ സമയത്ത് മറ്റു പോലീസ് ജീവനക്കാരെല്ലാം വിചാരിച്ചത് ഇദ്ദേഹം ഇതിനു മുൻപ് ഇവിടെ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു, അതുകൊണ്ട് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവിടെ എത്തിയതായിരിക്കാം എന്നും, അതുപോലെ മോഷണം എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും, കൂടി പ്രവർത്തിച്ചിരുന്ന ജീവനക്കാർക്ക് പോലും അറിയില്ലായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ഈ പദ്ധതി ഇടാനും അത് പ്രാവർത്തികമാക്കാനും സാധിച്ചത്. പിന്നീട് വലിയ തോതിൽ പണവും സ്വർണവും മോഷണം പോയിട്ടുണ്ട്, അത് സ്റ്റോറേജ് റൂമിന്റെ അകത്ത് നിന്നും കാണാതായി എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ശേഷം CCTV പരിശോധിച്ചപ്പോഴാണ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് ഈ ഖുർഷിദാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഈ ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു സംഭവം. മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, അതായത് അവിടെ നിയോഗിക്കപ്പെട്ടിരുന്ന മറ്റ് സുരക്ഷാ ജീവനക്കാർ ഉറങ്ങുന്ന സമയം കൂടെയായിരുന്നു. കണ്ടവരാണെങ്കിൽ ഇദ്ദേഹം മറ്റെന്തെങ്കിലും കാര്യത്തിന്, അദ്ദേഹത്തിന്റെ മറ്റെന്തെങ്കിലും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വന്നതാകാം എന്നുള്ള കാര്യം കൂടി വിചാരിച്ച് അദ്ദേഹത്തെ തടയാനോ എതിർക്കാനോ പോയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അകത്തേക്ക് കയറി ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു സംഭവം. പോലീസ് സ്റ്റേഷന്റെ അകത്ത് തന്നെ കയറി ഇത്രത്തോളം വലിയ സ്വർണവും പണവും, അതും പല കേസുകളിൽ പിടിച്ചെടുത്ത തൊണ്ടുമുതലുകളാണ്, ഏകദേശം കോടികൾ വിലമതിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ സ്പെഷ്യൽ സംഘമെല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റു പ്രധാന കാര്യം, ഡൽഹിയിൽ തന്നെ ATSI, അതായത് ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും അന്വേഷണവും നടത്തുന്ന ഒരു സ്ക്വാഡ് കൂടിയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല്. അവിടെ ആ ഒരു ഓഫീസിൽ, ലോധി ഓഫീസിൽ കയറി ഇത്രത്തോളം വലിയ മോഷണം നടത്തി എന്നുള്ള പറയുന്നത് വലിയ വീഴ്ചയാണ് പോലീസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു ഈ ഖുർഷിദിനെ ഈസ്റ്റ് ഡൽഹിയിൽ വെച്ച് തന്നെ പിടിയിലാകുന്നതും ഇപ്പോൾ വിശദമായി തന്നെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും.